ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്ത സുബ്രഹ്മണ്യം ചോദ്യമുനയിൽ. തിരുവനന്തപുരത്ത് അനന്ത സുബ്രഹ്മണ്യത്തെ SIT ചോദ്യം ചെയ്യുകയാണ്. 2019 ദ്വാരപാലക പാളികൾ സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയത് അനന്ത സുബ്രഹ്മണ്യമാണ്. SP S ശശിധരന്റെ നേതൃത്വത്തിൽ ചേർന്ന SIT യോഗത്തിന് പിന്നാലെയാണ് നിർണായക ചോദ്യം ചെയ്യൽ. വിവരങ്ങളുമായി ഇപ്പോൾ റിനു ശ്രീധർ ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് റിനു, കൂടുതൽ അറസ്റ്റിലേക്ക് കടക്കുകയാണോ SIT? ഉന്മേഷ, തീർച്ചയായും. കാരണം ശബരിമല സ്വർണ്ണക്കടത്ത് വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ നിർണായകമായിട്ടുള്ള ഒരു ഇടപെടലിലേക്ക് പ്രത്യേക ഇൻവെസ്റ്റിഗേഷൻ ടീം പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ഇഞ്ചിക്കലുള്ള ക്രൈംബ്രാഞ്ചിന്റെ, അതായത് ഈ SITയുടെ ഓഫീസിന് മുന്നിലാണ്. ഇവിടെയാണ് അനന്ത സുബ്രഹ്മണ്യത്തിന്റെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. ഏകദേശം രാവിലെ 8 മണിയോട് കൂടിയാണ് അനന്ത സുബ്രഹ്മണ്യം ഇവിടേക്ക് എത്തിയത് എന്നുള്ളതാണ്, വിളിച്ചു വരുത്തുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന ആ വിവരം. തുടർന്ന് 9 മണിയോടുകൂടി ചോദ്യം ചെയ്യലിലേക്ക് കടന്നു. മണിക്കൂറുകൾ നീളുകയാണ് ചോദ്യം ചെയ്യൽ. ആദ്യഘട്ടത്തിൽ ഒറ്റയ്ക്കിരുത്തിയും പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം ഇരുത്തിയുമുള്ള ചോദ്യം ചെയ്യലാണ് പുരോഗമിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ആ വിവരം. പ്രധാനമായും 2019 ഈ സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ നിന്ന് ദേവസ്വത്തിന്റെ റെക്കോർഡിൽ ഒപ്പ് വെച്ചതിനു ശേഷം അവിടുന്ന് കൈപ്പറ്റി ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയത് അനന്ത സുബ്രഹ്മണ്യമാണ് എന്നുള്ളതാണ് ദേവസ്വം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ല എന്ന്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി സുഹൃത്തായിട്ടുള്ള അനന്ത സുബ്രഹ്മണ്യമാണ് ഒപ്പിട്ടത് എന്നുള്ളതാണ് ദേവസ്വത്തിന്റെ റിപ്പോർട്ടിലടക്കം, അന്വേഷണ റിപ്പോർട്ടിലടക്കം, കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലടക്കം പറയുന്നത്. ഈ ബാംഗ്ലൂരിൽ എത്തിച്ചതിന് ശേഷം അവിടെ വിവിധ സ്ഥലങ്ങളിൽ പൂജയ്ക്ക് വേണ്ടി സമർപ്പിച്ചത് അല്ലെങ്കിൽ പരസ്യപ്പെടുത്തിയതിനു ശേഷം പ്രദർശിപ്പിച്ചതിന് ശേഷം ഹൈദരാബാദിലേക്ക് നേരിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ഈ അനന്ത സുബ്രഹ്മണ്യം കൊണ്ടുപോയി എന്നുള്ളതാണ്. തുടർന്ന് നാഗേഷിന് കൈമാറിയതും അനന്ത സുബ്രഹ്മണ്യമാണ് എന്നുള്ളതാണ് ഈ ദേവസ്വം റിപ്പോർട്ടിൽ പറയുന്നത്, വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. SITയും അത്തരത്തിലുള്ള ഒരു കണ്ടെത്തൽ തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ആ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇയാളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് പോയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും 2019 ദ്വാരപാലക പാളികൾ സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയത് അനന്ത സുബ്രഹ്മണ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന ഒരാൾ കൂടിയാണ്. ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്, കസ്റ്റഡിയിലാണ് എന്ന് തന്നെ നമുക്ക് പറയാം. അറസ്റ്റിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരവും ലഭ്യമാവുന്നുണ്ട്. കാരണം രണ്ടാം ഘട്ട ഒരു അന്വേഷണത്തിലേക്കാണ് ഇരുവരെയും ഒരുമിച്ചിരുത്തിയാണോ ഈ ചോദ്യം ചെയ്യൽ? നേരത്തെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിൽ പറയുന്ന ഒരു 15 പേരുടെ പേര് വിവരങ്ങൾ എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നതാണല്ലോ. അപ്പോൾ അതിലെ ഒരു പേരുകാരൻ കൂടിയാണോ അനന്ത സുബ്രഹ്മണ്യം? ഒരുമിച്ചിരുത്തിയാണോ ചോദ്യം ചെയ്യൽ? തീർച്ചയായും. അതായത് 15ഓളം പേരുടെ വിവരങ്ങളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദ്യം ചെയ്യലിൽ SITക്ക് മുന്നിൽ അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൽ ഏറ്റവും പ്രധാന പേരിലുള്ള അല്ലെങ്കിൽ നമ്പറിലുള്ള ഒരാൾ തന്നെയാണ് അനന്ത സുബ്രഹ്മണ്യം എന്നുള്ളതാണ്. കാരണം ഈ ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ഒപ്പിട്ട് ദേവസ്വം രേഖകളിൽ ഒപ്പിട്ട് അവിടെ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ ഇതുമായി അടുത്തു ബന്ധമുള്ള ആൾ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം കൃത്യമായി ഇതിൽ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും അടുത്ത പങ്കുവഹിക്കുന്ന ആൾ ഉണ്ണികൃഷ്ണൻ പോറ്റി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അനന്ത സുബ്രഹ്മണ്യം എന്നുള്ളതാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം ഈ വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ, ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിലും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ അനന്ത സുബ്രഹ്മണ്യം പ്രധാനിയാണ് എന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും നിലവിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകുമെന്ന് തന്നെയാണ് SIT പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ സ്വർണം എവിടെയാണ് എന്നുള്ളത് നിലവിൽ ഇതുവരെയും കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അനന്ത സുബ്രഹ്മണ്യത്തിലൂടെ ആ സ്വർണം എവിടെയാണ് നിലവിലുള്ളത് എന്ന് കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് SIT കരുതുന്നത്. ആദ്യഘട്ടത്തിൽ രാവിലെ 8 മണിയോടുകൂടി എത്തുന്നു, 9 മണിയോടുകൂടി ആദ്യ ചോദ്യം ചെയ്യൽ ആരംഭിക്കുന്നു. അതിനുശേഷം ഒരുമിച്ചിരുത്തിയും ചോദ്യം ചെയ്തു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോഴും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. അദ്ദേഹം പുറത്തു വരികയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഈ അറസ്റ്റിലേക്ക് കടക്കുമോ എന്നുള്ള ഒരു വിവരവും ലഭ്യമാകുന്നുണ്ട്. എന്തായാലും നിർണായകമായിട്ടുള്ള ഒരു ഇടപെടലിലേക്ക് പോയിരിക്കുന്നു SIT. രാവിലെ തന്നെ SITയുടെ പ്രത്യേക സംഘം ശശിധരൻ SPയുടെ നേതൃത്വത്തിൽ ഒരു യോഗമൊക്കെ ചേർന്നിരുന്നു. കാരണം നാളെ ഹൈക്കോടതിയിൽ തന്നെ ഒരു താൽക്കാലിക റിപ്പോർട്ട് അല്ലെങ്കിൽ പ്രാഥമികമായിട്ടുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കുമെന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ടുള്ള ഈ അന്വേഷണത്തിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് വേണ്ടി കൃത്യമായി തന്നെ ഒരു യോഗം രാവിലെ ഉദ്യോഗസ്ഥരുടെ തലത്തിൽ നടന്നു. ആ യോഗത്തിൽ ഈ ഇനിയുള്ള നടപടി എന്ന് പറയുന്നത് തെളിവെടുപ്പാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തെളിവെടുപ്പാണ്. നേരത്തെ ഈ 3 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണല്ലോ പറയുന്നത്, ബംഗളൂരുവും ഹൈദരാബാദും ഒപ്പം ഈ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസും ഉൾപ്പെടെ. അപ്പോൾ അവിടേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ച് തെളിവെടുക്കും എന്നതുൾപ്പെടെ നേരത്തെ പുറത്തു വന്ന വിവരങ്ങളാണല്ലോ. അപ്പോൾ ഇന്ന് യോഗം ചേർന്നു. ഈ തെളിവെടുപ്പിലേക്ക് കേരളത്തിന് പുറത്തേക്ക് എപ്പോഴായിരിക്കും SITയുടെ നീക്കം? റിനു,
ഉന്മേഷ്, ഇന്ന് SIT ഹൈദരാബാദിലേക്കും അതുപോലെ തന്നെ അല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്കും കൊണ്ടുപോകുമെന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. പക്ഷേ നിലവിൽ ഇന്ന് രാവിലത്തെ യോഗത്തിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റമുണ്ടോ എന്നുള്ളതാണ് നമുക്ക് അറിയാൻ വേണ്ടി ഉള്ളത്. അത് ഉടൻ തന്നെ വിവരം ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ, ഇന്ന് വൈകുന്നേരമോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നാളെയോ ഹൈദരാബാദിലേക്ക് ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ തെളിവെടുപ്പിന് കൊണ്ടുപോകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെ ഇദ്ദേഹത്തിന്റെ വീട്ടിലെത്തിച്ചായിരിക്കും ആദ്യ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക, അല്ലെങ്കിൽ തെളിവെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് ലഭിച്ച വിവരമെങ്കിൽ, പക്ഷേ തെളിവെടുപ്പ് നടപടിക്ക് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ല എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ഈ SIT ടീം അവിടെ എത്തി പരിശോധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കാര്യമായിട്ടുള്ള വീട്ടിൽ അവിടെ നിന്ന് നിർണായകമായിട്ടുള്ള രേഖകൾ ലഭിച്ചിട്ടുണ്ട്. കാരണം ഇദ്ദേഹത്തിന്റെ ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകൾ, ഒപ്പം ഹാർഡ് ഡിസ്ക്, അതുപോലെ തന്നെ പണം, സ്വർണം എന്നിവ കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി SITയുടെ ഭാഗത്ത് നിന്ന്. എന്തായാലും അദ്ദേഹത്തെ വീട്ടിലെത്തിച്ച് നിലവിൽ തെളിവെടുത്തിട്ടില്ല എന്നുള്ളതാണ്. തെളിവെടുപ്പ് ആദ്യഘട്ടത്തിൽ ഹൈദരാബാദിലേക്കായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അത് നിലവിൽ തന്നെ റാന്നി കോടതിയിൽ ഹാജരാക്കി പുറത്തേക്ക് വരുമ്പോൾ തന്നെ ചെരുപ്പേർ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷയോടുകൂടിയേ ഇദ്ദേഹത്തെ ബാംഗ്ലൂരിലോ അല്ലെങ്കിൽ ഹൈദരാബാദിലേക്ക് കൊണ്ടുപോകാൻ കഴിയൂ എന്നുള്ളതാണ്. കാരണം ഭക്തരടക്കം ഏറ്റവും കൂടുതലുള്ള മേഖല കൂടിയാണ് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് വേണം ഇദ്ദേഹത്തെ കൊണ്ടുപോകാൻ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹം എന്തായാലും SIT തീരുമാനിച്ചത്. എന്തായാലും ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള തെളിവെടുപ്പ് നടപടികൾ നാളെയോ മറ്റന്നാളോ ആയി തീർപ്പാക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ശരി, റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അറസ്റ്റിലേക്ക് ഒരുപക്ഷെ കടന്നേക്കും SIT എന്നാണ് ലഭ്യമാകുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.